എല്ലാ പ്രിയപ്പെട്ട ജീവനക്കാർക്കും നമസ്കാരം. EWS സർട്ടിഫിക്കറ്റിലെ അപേക്ഷാ നടപടികളെ കുറിച്ചാണ് ഇന്നത്തെ വിഷയം. എക്കണോമിക്കലി വീക്കർ സെക്ഷൻ അഥവാ EWS എന്നത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ജനറൽ വിഭാഗക്കാർക്ക് സർക്കാർ സേവനത്തിലും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സാമ്പത്തിക സംവരണം ഉറപ്പാക്കുന്നതിനായി 2019 കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച സംവിധാനമാണ്. ഇന്ത്യ പോസ്റ്റിലെ GDS തസ്തികയിലേക്കും തുടർന്നുള്ള MDS പോസ്റ്റ്മാൻ പ്രൊമോഷൻ പരീക്ഷകൾക്കും EWS സംവരണം ലഭ്യമാണ്. ആയതിനാൽ തന്നെ ഈ വിഭാഗത്തിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കൃത്യമായ രേഖകൾ സമർപ്പിച്ച് EWS സർട്ടിഫിക്കറ്റ് നേടാവുന്നതാണ്. SC, ST, OBC വിഭാഗത്തിൽ ഉൾപ്പെടാത്തതും ജനറൽ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നതുമായ ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ സൗകര്യം ലഭ്യമായിട്ടുള്ളത്. ഇനി EWS സർട്ടിഫിക്കറ്റിനുള്ള യോഗ്യതാ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായും അപേക്ഷകന്റെ കുടുംബത്തിന്റെ വാർഷിക വരുമാന പരിധി, മറ്റ് സ്വത്തുടമസ്ഥതാ നിയന്ത്രണങ്ങൾ ഇവയുടെ അടിസ്ഥാനത്തിലാണ് EWS സർട്ടിഫിക്കറ്റ് നൽകപ്പെടുന്നത്. അപേക്ഷകൻ, മാതാപിതാക്കൾ, 18 വയസ്സിന് താഴെയുള്ള മക്കൾ, 18 വയസ്സിന് താഴെയുള്ള സഹോദരങ്ങൾ, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എന്നിവരെയാണ് കുടുംബത്തിൽ ഉൾപ്പെട്ടവരായി കണക്കാക്കുന്നത്. ആദ്യമായി വാർഷിക വരുമാന പരിധി എപ്രകാരമാണ് കണക്കാക്കുന്നതെന്ന് നോക്കാം. ശമ്പളം, കൃഷിയിൽ നിന്നുള്ള വരുമാനം, വാടകകളിൽ നിന്നുള്ള വരുമാനം, മറ്റ് സ്ഥിര വരുമാന മാർഗങ്ങൾ എന്നിവയുടെ ആകെ തുകയാണ് വാർഷിക വരുമാന പരിധിയായി കണക്കാക്കുന്നത്. ഇത് ഒരു സാമ്പത്തിക വർഷത്തിൽ 8 ലക്ഷം രൂപയിൽ കവിയാൻ പാടുള്ളതല്ല. കുടുംബത്തിന്റെ മൊത്തം സാമ്പത്തിക നില വിലയിരുത്തുന്നതിനാൽ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട എല്ലാ വ്യക്തികളുടെയും ആകെ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് 8 ലക്ഷം എന്ന പരിധി നിർണയിച്ചിട്ടുള്ളത്. ഇനി എന്തൊക്കെയാണ് സ്വത്തുടമസ്ഥതാ നിയന്ത്രണങ്ങൾ എന്ന് നോക്കാം. 5 ഏക്കറിൽ കൂടുതലുള്ള കൃഷിഭൂമി, 1000 സ്ക്വയർ ഫീറ്റിന് കൂടുതലുള്ള വീടുകൾ അഥവാ ഫ്ളാറ്റുകൾ, പഞ്ചായത്ത് അഥവാ ഗ്രാമപ്രദേശ പരിധിയിൽ 200 സ്ക്വയർ യാർഡ് അഥവാ 4.12 സെന്റിൽ കൂടുതലുള്ള റെസിഡൻഷ്യൽ പ്ലോട്ടുകൾ, നഗരസഭ അഥവാ മുനിസിപ്പാലിറ്റി പരിധിയിൽ 100 സ്ക്വയർ യാർഡ് അഥവാ 2.06 സെന്റിൽ കൂടുതലുള്ള റെസിഡൻഷ്യൽ പ്ലോട്ടുകൾ ഇവ ഉണ്ടായിരിക്കുവാൻ പാടുള്ളതാണ്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗത്തിന് മാത്രമേ ഈ സംവരണം ലഭിക്കുന്നുള്ളൂ എന്ന് ഉറപ്പുവരുത്തുന്നതിനാണ് ഇത്തരം മാനദണ്ഡങ്ങൾ നിജപ്പെടുത്തിയിരിക്കുന്നത്. EWS സർട്ടിഫിക്കറ്റിനായുള്ള അപേക്ഷ എപ്രകാരമാണ് സമർപ്പിക്കുന്നത് നോക്കാം.